ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ ഭാഗികമായി നിയന്ത്രണ വിധേയം. നാളെ വൈകുന്നേരത്തോടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുമെന്ന് കോസ്റ്റ് ഗാർഡ്. കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കപ്പൽ കമ്പനിയെ ഒന്നാം പ്രതിയാക്കി കോസ്റ്റൽ പോലീസ് കേസെടുത്തു. ഉപതെരഞ്ഞെടുപ്പിന് 8 ദിവസം മാത്രം ശേഷിക്കെ നിലമ്പൂർ പ്രചാരണ ചൂടിൽ. മണ്ഡല പര്യടനം തുടർന്ന് സ്ഥാനാർത്ഥികൾ. അഴിമതിരഹിത സദ്ഭരണമാണ് കഴിഞ്ഞ 11 വർഷക്കാലം കേന്ദ്ര സർക്കാർ കാഴ്ചവെച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ ചരക്ക് കപ്പലിലെത്തി ഭാഗികമായി നിയന്ത്രണ വിധേയമാക്കി. കപ്പലിന്റെ മധ്യഭാഗത്തെ തീകെടുത്താൻ സാധിച്ചതായും ഇരുവശങ്ങളിലെയും അഗ്നിബാധ ശമിപ്പിക്കാൻ ശ്രമം തുടരുന്നതായും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള ശ്രമകരമായ ദൌത്യത്തിലൂടെ കപ്പലിന്റെ മുൻഭാഗത്ത് വടം ബന്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപയോഗിച്ച് കപ്പലിനെ ഉൾക്കടലിലേക്ക് കൂടുതൽ വലിച്ചു മാറ്റാനാണ് ശ്രമിക്കുന്നത്. രക്ഷാദൌത്യത്തിലെ ഏറെ നിർണായകമായ നേട്ടമാണിത്. 5 കോസ്റ്റ് ഗാർഡ് കപ്പലുകളാണ് നിലവിൽ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നാളെ വൈകുന്നേരത്തോടെ തീ പൂർണ്ണമായും കെടുത്താനാകുമെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. അഗ്നിബാധ ശമിപ്പിക്കുന്നതിനും കാണാതായ 4 പേരെ കണ്ടെത്തുന്നതിനുമാണ് കോസ്റ്റ് ഗാർഡും നാവികസേനയും പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള ആകാശവാണിയോട് പറഞ്ഞു. കുറച്ച് കണ്ടെയ്നറുകൾ സമുദ്രത്തിൽ വീണിട്ടുള്ള കണ്ടെയ്നറുകൾ ഈ തീപിടുത്തം ഉണ്ടായതിനാൽ ഈ കപ്പൽ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും കപ്പലുകൾക്ക് വളരെ ക്ലോസ് റേഞ്ചിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തീ അണയ്ക്കുക എന്നുള്ള ആദ്യ പരിശ്രമവും ഈ മിസ്സിംഗ് മറൈനേഴ്സിനെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അകത്തുണ്ടെങ്കിൽ അതും എടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ദൗത്യം. കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് കേസെടുത്തു. കപ്പൽ കമ്പനിയാണ് കേസിലെ ഒന്നാം പ്രതി. ഷിപ്പ് മാസ്റ്റർ 2ാം പ്രതിയും കപ്പൽ ജീവനക്കാരൻ 3ാം പ്രതിയുമാണ്. മനുഷ്യജീവന് അപകടകരമാകും വിധം പരിസ്ഥിതി നാശത്തിനിടയാക്കുന്നതുമായ വസ്തുക്കൾ കയറ്റിയ കപ്പൽ അലക്ഷ്യമായി കൈകാര്യം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. ഉപതെരഞ്ഞെടുപ്പിന് 8 ദിവസം മാത്രം ശേഷിക്കെ നിലമ്പൂർ പ്രചാരണ ചൂടിൽ. 3 മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളും നിലമ്പൂരിൽ ചർച്ചയാകുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി M സ്വരാജും UDFന്റെ ആര്യാടൻ ഷൌക്കത്തും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറുമാണ് മത്സരരംഗത്തെ പ്രമുഖർ. വോട്ടെടുപ്പ് സുതാര്യമായും ഭയാശങ്കകളില്ലാതെയും നടത്തുന്നതിനുള്ള സംവിധാനങ്ങൾ സജ്ജമായതായി ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. പുതുതായി 59 പോളിംഗ് സ്റ്റേഷനുകൾ കൂടി ക്രമീകരിച്ചിട്ടുണ്ടെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ വ്യക്തമാക്കി. ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. അഴിമതിയില്ലാത്ത സദ്ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞ 11 വർഷക്കാലം കേന്ദ്ര സർക്കാരിന് സാധിച്ചതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. നരേന്ദ്രമോദി സർക്കാർ 11 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സർക്കാരാണിതെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ഒരു സദ്ഭരണം, അഴിമതിയില്ലാത്ത ഒരു ഭരണം മുന്നോട്ട് വെക്കാൻ 11 വർഷ കാലഘട്ടത്തിൽ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ഷേമപ്രവർത്തനമില്ലാത്ത വികസനം അതിലർത്ഥമില്ല. പക്ഷെ ഇവിടെ ജനക്ഷേമം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ. സംസ്ഥാനത്തെ 8, 9, 10 ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും അരമണിക്കൂർ വീതം അധിക പ്രവൃത്തി സമയം ഏർപ്പെടുത്തി. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയായിരിക്കും ഇനി മുതൽ ഹൈസ്കൂൾ ക്ലാസുകൾ. അധ്യയന വർഷത്തിൽ 220 പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. സംസ്ഥാനത്തെ സർക്കാർ അംഗീകാരമുള്ള അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിബന്ധനയ്ക്ക് വിധേയമായി 2025-26 അധ്യയന വർഷത്തിൽ +1 സീറ്റുകളിൽ 10% മാർജിനൽ വർധന അനുവദിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ആവശ്യപ്പെടുന്ന സ്കൂളുകൾക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാകും കൂടുതൽ സീറ്റുകൾ അനുവദിക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക 1-ൽപ്പെട്ട വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വളരെ പരിമിതമായ അധികാരമേ ഉള്ളൂ എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. വന്യമൃഗങ്ങളെ പിടികൂടാനോ മയക്കുപിടി വയ്ക്കാനോ സാധിക്കാത്ത, ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് ഇവയെ കൊല്ലുന്നതിന് ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുള്ളത്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം കാലാനുസൃതമായി ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാനത്തിന്റെ കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്രം ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റ് സംബന്ധിച്ച ചർച്ചയ്ക്കായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. റവന്യൂ, ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, ട്രാൻസ്പോർട്ട് വകുപ്പ് സെക്രട്ടറിമാർ അടങ്ങുന്നതായിരിക്കും സമിതി. രാജ്യത്തെ കോവിഡ് രോഗികളുടെ എണ്ണം 7121 ആയതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരുള്ള കേരളത്തിൽ 2223 പേരാണ് ചികിത്സയിലുള്ളത്. രോഗവ്യാപന ശേഷി കൂടുതലുള്ള വകഭേദങ്ങളാണ് സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകും എന്നതിനാൽ പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. IRCTC വെബ്സൈറ്റ്, ആപ്പ് എന്നിവയിലൂടെയുള്ള താൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗിന് അടുത്ത മാസം 1 മുതൽ ആധാർ സ്ഥിരീകരണം നിർബന്ധമാക്കി. AC, നോൺ AC ക്ലാസുകളിലേക്ക് ഏജന്റ് വഴി ആദ്യ 30 മിനിറ്റിൽ ഇനി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനുമാവില്ല. അടുത്ത മാസം 15 മുതൽ എല്ലാ തൽക്കാൽ ഓൺലൈൻ ബുക്കിംഗും OTP അധിഷ്ഠിതമായിരിക്കുമെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമായി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂരും കാസർഗോഡും നാളെ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 16 വരെ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കും മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 15 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ ഡോപ്ലർ വെതർ റഡാർ സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചു. കാലാവസ്ഥാ നിരീക്ഷണത്തിനായി വടക്കൻ കേരളത്തിൽ റഡാർ സ്ഥാപിക്കുക എന്ന 2010 മുതലുള്ള സംസ്ഥാനത്തിന്റെ ആവശ്യമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത്. 100 കിലോമീറ്റർ വിസ്തൃതിയിൽ കാലാവസ്ഥാ നിരീക്ഷണം നടത്താവുന്ന എക്സ് ബാൻഡ് റഡാറിന്റെ പ്രയോജനം തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്കും ലഭിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ മഴക്കാലത്ത് സംസ്ഥാന വ്യാപകമായി 4451 സ്ഥാപനങ്ങളിൽ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. മെയ് മുതൽ ജൂലൈ വരെ നീണ്ടുനിൽക്കുന്ന ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായുള്ള പരിശോധനകൾ തുടരുമെന്നും മന്ത്രി അറിയിച്ചു. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച 80 കടകളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചു. വൈകുന്നേരങ്ങളിൽ സജീവമാകുന്ന കടകൾ കേന്ദ്രീകരിച്ച് 4 മണി മുതൽ 8 മണി വരെയാണ് പരിശോധനകൾ നടത്തിയത്. വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ യാത്ര കോഴിക്കോട് ജില്ലയിലെ തൂണേരി ബ്ലോക്കിൽ ഇന്ന് പര്യടനം നടത്തി. നാദാപുരം, തൂണേരി, പുറമേരി എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ പരിപാടികളും നടന്നു. ലണ്ടനിലെ ലോർഡ്സിൽ നടക്കുന്ന ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ ആദ്യ ദിനത്തിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക പോരാട്ടം പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഓസ്ട്രേലിയ 4 വിക്കറ്റ് നഷ്ടത്തിൽ 117 റൺസ് എന്ന നിലയിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 123 പോയിന്റ് നേട്ടത്തിൽ 82,515-ലും, നിഫ്റ്റി 37 പോയിന്റ് ഉയർന്ന് 25,141-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 600 രൂപ കൂടി 72,160 രൂപയും ഗ്രാമിന് 75 രൂപ വർദ്ധിച്ച് 9,020 രൂപയുമാണ് ഇന്നത്തെ വില. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ പച്ചക്കറി തൈ നട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക, ഓണക്കാലത്ത് സുരക്ഷിത പച്ചക്കറി ഉൽപ്പാദനം വീട്ടുവളപ്പിൽ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. സംസ്ഥാനത്ത് 4 ഇടങ്ങളിൽ 1 കോടി രൂപ വീതം ചെലവഴിച്ച് ആധുനിക ഫുഡ് സ്ട്രീറ്റുകൾ സജ്ജമാക്കി വരുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം ശംഖുമുഖം, എറണാകുളം പനമ്പള്ളി നഗർ, മലപ്പുറം കോട്ടക്കുന്ന്, കോഴിക്കോട് ബീച്ച് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഫുഡ് സ്ട്രീറ്റുകൾ സജ്ജമാക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെത്തി ഭാഗികമായി നിയന്ത്രണ വിധേയം. നാളെ വൈകുന്നേരത്തോടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കുമെന്ന് കോസ്റ്റ് ഗാർഡ്. കൊച്ചി തീരത്തിന് സമീപം ലൈബീരിയൻ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കപ്പൽ കമ്പനിയെ 1-ാം പ്രതിയാക്കി കോസ്റ്റൽ പോലീസ് കേസെടുത്തു. ഉപതെരഞ്ഞെടുപ്പിന് 8 ദിവസം മാത്രം ശേഷിക്കെ നിലമ്പൂർ പ്രചാരണ ചൂടിൽ. മണ്ഡല പര്യടനം തുടർന്ന് സ്ഥാനാർത്ഥികൾ.
അഴിമതിരഹിത സദ്ഭരണമാണ് കഴിഞ്ഞ 11 വർഷക്കാലം കേന്ദ്ര സർക്കാർ കാഴ്ചവെച്ചതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്തെ ഹൈസ്കൂൾ ക്ലാസുകളിൽ പുതിയ സമയക്രമം നിശ്ചയിച്ച് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.